അധിഷ്ഠിതമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഹർത്താലിന്റെ വികസന മുഖത്തിന്റെ വൈരൂപ്യം നമുക്ക് മനസ്സിലാക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, വിദേശത്ത് നിന്നും ടൂറിസ്റ്റ് ധാരാളം കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആളുകൾ കൂടി നിൽക്കുന്നിടത്തേക്ക് പോകരുത് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തെ ഏത് തരത്തിലാണ് ത്വരിതപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നത് ആശങ്കാകുലമായ ഒരു വസ്തുതയാണ്. അവസാനമായി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. ഒരുവൻ സർവ്വവും നേടിയിട്ട് അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് ഫലം? ഒരു രാജ്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ പൗരന്റെ അവകാശങ്ങളും ആ രാജ്യത്തെ പൗരന്റെ വികസനവുമാണ്. Thank you so much. Well, against the motion, your 1 minute starts now. നമസ്കാരം. നാം ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ഹർത്താലുകൾ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നുവോ ഇല്ലയോ എന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഹർത്താലുകൾ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത്? നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്നത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുവേണ്ടി എതിർക്കണമെങ്കിൽ എതിർക്കണം, പ്രതിഷേധിക്കണമെങ്കിൽ പ്രതിഷേധിക്കണം. അതിന് ഹർത്താലെങ്കിൽ ഹർത്താൽ. അതാണ് നമ്മുടെ നയം എന്ന് പറയുന്നത്. 1947 മഹാത്മാഗാന്ധി നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രതിഷേധിക്കാനും കൂടിയുള്ള സ്വാതന്ത്ര്യമാണ്. അത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ദേഹോപദ്രവം നടത്താതെയും മറ്റുള്ള നാശനഷ്ടങ്ങൾ വരുത്താതെയും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രതിഷേധം എന്ന് പറയുന്നത് ഹർത്താലുകൾ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിലുമുണ്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ. ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും അവർ കഷ്ടപ്പെടുന്നുണ്ട്. Thank you. Your time up. Now 3 minutes ആണ് നിങ്ങൾക്ക് ഡിബേറ്റ് ആയിട്ടുള്ളത് and your time starts now. നമസ്കാരം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കണക്കനുസരിച്ച് കേരളത്തിലേക്കുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുകളും ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകളും കുറയുന്നു എന്നത് കേരളത്തിലുണ്ടാവുന്ന സിവിൽ ഡിസൊബീഡിയൻസിന്റെ ഒരു പരിണിത ഫലമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ യഥാക്രമം 5, 17 എന്നിങ്ങനെ ഹർത്താലുകൾ നടക്കുന്ന കർണാടകത്തിലും തമിഴ്നാട്ടിലും എക്വിറ്റബിൾ ഗ്രോത്തിന്റെ അളവിൽ കേരളത്തെക്കാൾ ഒരുപാട് മുൻപിൽ അവർ നിൽക്കുന്നത് കേരളത്തിലെ ഹർത്താലുകൾ കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിച്ചത് കൊണ്ടാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ ഹർത്താലുകൾ എന്ന് പറയുന്നത്? ഹർത്താൽ എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹർത്താലുകൾ നടക്കുന്നത്. ഒരു തൊഴിലാളിയുടെ ജീവിതത്തിന് ഒരാൾ പണിയെടുക്കുന്നത് അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അവന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, അവന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒരിക്കലും നാടിന്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് അവനത് പ്രയത്നിക്കുന്നതും. അവന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഒരു നാടിന് വേണ്ടി കൂടിയാണ് അവനത് ചെയ്യുന്നത്. അല്ലാതെ അത് ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് അത് ഒരിക്കലും താഴ്ത്തിക്കൊണ്ടുന്ന ഒരു സംഭവമല്ല. മനുഷ്യന്റെ വികസനം, മാനവ വികസന സൂചിക. നമ്മുടെ കേരളം UNDPയുടെ കണക്ക് പ്രകാരം 7 വർഷം 367 ഹർത്താലുകൾ. എന്നിട്ടും മാനവ വികസന സൂചിക ഈ ഹർത്താലുകൾ മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കാനായിരുന്നെങ്കിൽ വലിയൊരു വളർച്ചാ നിരക്ക് കാണിക്കേണ്ടിയിരുന്നു. എങ്കിൽ ഈ 7 വർഷമായിട്ട് കേവലം 0.2% മാത്രം വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ട് തന്നെ ഇനി അസംഘടിത വിഭാഗത്തെക്കുറിച്ചും പറഞ്ഞു. 2010 ലേബർ ഡിപ്പാർട്ട്മെന്റ് എടുത്ത കണക്ക് പ്രകാരം 95% അസംഘടിത വിഭാഗം ജോലിക്കാരും ഹർത്താലുകൾ കൊണ്ട് അവന്റെ ദൈനംദിന ജീവിതം കെട്ടിപ്പടുക്കുവാൻ അവർ കഴിയാതെ വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഹർത്താലുകൾ ഇപ്പൊ ഈ 2018 തന്നെ എടുത്താൽ 97 ഹർത്താലുകൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 97 ഹർത്താലുകൾ നടത്തുന്ന ഈ പാർട്ടി, അത് നടത്തുന്ന പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ അത് നടത്തുന്ന സംഘടനയ്ക്കോ 1-2 പേർക്കോ വേണ്ടിയിട്ടല്ല, ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഹർത്താലുകൾ നടത്തുന്നത്. നമ്മളൊരു ഹർത്താൽ നടത്തുമ്പോൾ നമ്മൾ മുഖം ചൊളിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നാളെ നമുക്ക് നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിനെ എങ്ങനെയാണ് താഴ്ത്തുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് ഹർത്താൽ. ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ജനാധിപത്യപരമാവണം. ബംഗ്ലാദേശിനെ കണക്കിലെടുത്താൽ UNDPയുടെ ബംഗ്ലാദേശിലെ ഒരു പഠന പ്രകാരം 95% ആളുകളും ഹർത്താൽ എന്ന് പറയുന്ന അവർക്കൊരു ബുദ്ധിമുട്ട് മാത്രമായി ചിത്രീകരിക്കുകയാണ്. അതിൽ തന്നെ ഈ പറയുന്ന സാധാരണക്കാർ 45%-ത്തിലധികമാണ് എന്ന് കൂടി പറയുമ്പോൾ ഹർത്താലിന്റെ സാധാരണക്കാരനോടുള്ള സൗഹൃദ മുഖം ഏറെ വൈരൂപ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി, CIAയുടെ കേരള വിഭാഗത്തിന്റെ തലവൻ ശ്രീ CJ ജോർജ് പറഞ്ഞത് ഹർത്താൽ കാരണം കേരളത്തിൽ 900 കോടി രൂപയുടെ നഷ്ടം വരുത്തിവെക്കുന്നതാണ്. അത്തരം വലിയൊരു നഷ്ടം എങ്ങനെയാണ് ഹർത്താലുകൾ കാരണം ഇത്രയധികം? ഒരു ഹർത്താൽ നിർത്തിക്കഴിഞ്ഞാൽ അത്രയധികം വാഹനങ്ങൾ റോഡിലൂടെ ഓടുകയില്ല. അപ്പോൾ അവിടെ ലാഭമാകുന്നത് പെട്രോളുകളും ഡീസലുകളും അവിടെ ഉപയോഗിക്കേണ്ടി വരത്തില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ നഷ്ടമല്ല, നമുക്ക് അവിടെ ലാഭമാണ് ഉണ്ടാകുന്നത്. പലതരത്തിലും നമുക്ക് നോക്കുകയാണെങ്കിൽ, പലതരത്തിലും ഇങ്ങനെയല്ല ഒരുപാട് തരത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ദിവസം ഇന്ന് നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അപകടങ്ങൾ മാത്രമാണ്. ഒരു ദിവസം നമുക്ക് നമ്മുടെ പ്രഭാതം അപകടരഹിതമായ ഒരു സംസ്ഥാനം നമുക്ക് കാണുവാൻ. Now you have 30 seconds each to conclude your statements, and for the motion your time starts now.
ഹർത്താൽ നിരോധിക്കുവാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്ന നിയമവാദത്തെ മുന്നിൽ നിർത്തി പറയട്ടെ, ഒരു രാജ്യത്തെ നിയമം അത് ന്യായത്തിന് ഉതകാത്തതാണെങ്കിൽ നിരാകരിക്കുവാനുള്ള സാൻമാർഗികമായ അവകാശം, ഉത്തരവാദിത്വം ഒരു പൗരനുണ്ട് എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. സാധാരണക്കാരന്റെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകേണ്ടിയിരുന്ന ഹർത്താൽ എന്നാൽ ഇന്ന് സാധാരണക്കാരന്റെ അവകാശത്തിന് മേലുള്ള രാക്ഷസ ഗർജനമായി മാറുന്നിടത്ത് ഹർത്താലുകൾ വികസനത്തിന് മാത്രമല്ല സാധാരണക്കാരന്റെ ജീവിതത്തിനും അവന്റെ അന്നന്നത്തെ അന്നത്തിനും പോലും വഴിമുടക്കിക്കൊണ്ട് മുൻപിൽ നിൽക്കുകയാണ്. അത് വികസനത്തെ ത്വരിതപ്പെടുത്തുകയല്ല, മറിച്ച് Against the motion, your 30 seconds starts now. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ പാർട്ടിക്കാർ. അങ്ങനെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് യഥാർത്ഥ നേതാവ് അല്ലെങ്കിൽ ജനപ്രിയൻ. ജനഹിതമാണ് നമുക്ക് ആവശ്യം. ജനങ്ങളുടെ ക്ഷമയെ കൂടുതൽ പരീക്ഷിക്കരുത്. നമുക്ക് ആവശ്യം നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങണം. നമ്മൾ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് കൈകോർക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി. നന്ദി, നമസ്കാരം. Thank you so much, contestants. Please come.